സലാത്തിനെ മുറബ്ബിയായ ശൈഖിന്റെ അടുത്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു അമലാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. എന്തെങ്കിലും വേദന വരുമ്പോ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ സലാത്ത് വന്ന് നമ്മളെ നിയന്ത്രിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സലാത്ത് ഒരാളും മുടങ്ങാൻ പാടില്ല. എത്ര വലിയ വിഷമം വന്നാലും, എത്ര വലിയ പ്രയാസം വന്നാലും സലാത്തങ്ങ് ചൊല്ലിയാൽ എന്ത് സമാധാനമാണ്. സലാത്ത് ശാന്തിയാണ്, സമാധാനമാണ്, ആനന്ദമാണ്, ആഗ്രഹമാണ്, ആശയാണ്. മദീനയിലേക്കുള്ള ആ മനോഹരമായ വഴിതെളിക്കാനുള്ള മാർഗമാണ്. റബ്ബേ, ഈ കുടുംബങ്ങളെ സലാത്തിന്റെ ആ ഖാദിമീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹിന്റെ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. സ്വലാത്ത് സമാധാനമാണ്, സ്വലാത്ത് ആനന്ദമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് ഒരു സഹോദരൻ ജീവിച്ചിരുന്നു. ആ സഹോദരൻ 200 കൊല്ലമാണ് ജീവിച്ചത്. ആ സഹോദരന്റെ ജീവിതത്തിൽ ഇല്ലാത്ത തെറ്റുകളില്ല. അതാ വളരെ തെമ്മാടിയായി പാപത്തിന്റെ മേലെ പാപം ചെയ്തു പോയി. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു ഗുണവുമില്ലാതെ എല്ലാവരെയും ഉപദ്രവിച്ച് കഴിഞ്ഞുപോയ ആ സഹോദരൻ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയപ്പോ ഈ സഹോദരനെ ആ നാട്ടുകാര് നോക്കാൻ പോയില്ല. ആ നാട്ടുകാര് മൈൻഡ് വെക്കാൻ പോവുകയില്ല. കാരണം അതാ നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ചെയ്തയാളാണ്, വലിയ വലിയ പ്രയാസങ്ങൾ ചെയ്തയാളാണ്, വലിയ തെമ്മാടിയായി വളർന്ന മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനങ്ങ് മരണപ്പെട്ടപ്പോ ഈ മനുഷ്യന്റെ ജനാസ നോക്കാൻ, ആ മനുഷ്യന്റെ ജനാസ എടുത്ത് കബറടക്കാൻ ഒരാളും തയ്യാറാവുന്നില്ല. എല്ലാവരും കൂടി ജനാസ എടുത്ത് അടുത്തുള്ള ചവറ്റുകുട്ടയിലേക്ക് കൊണ്ടിട്ടു. നഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, യാ മൂസാ, നിങ്ങളാ മനുഷ്യന്റെ ജനാസ ആ ചവറിൽ നിന്ന് എടുക്കണേ, എന്നിട്ടാ ജനാസ കുളിപ്പിക്കണേ, എന്നിട്ടാ ജനാസ നമസ്കരിക്കണേ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ കാണുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ 200 കൊല്ലം ജീവിച്ചയാളാണ്, നിനക്ക് വേണ്ടി ഒരു അമലും ചെയ്യാത്തയാളാണ്, ജീവിതം മുഴുവനും പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യനാണ് റബ്ബേ. നാട്ടുകാരൊക്കെ പറയുന്നത് ഇയാളുടെ ജനാസ നമസ്കരിക്കണ്ടെന്നാണ്. നാട്ടുകാരൊക്കെ പറയുന്നത് ഇയാളുടെ ജനാസ എടുക്കണ്ടെന്നാണ്. ഇവര് ചപ്പു ചവറിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് റബ്ബേ. അല്ലാഹു തആല പറയുന്നു, മൂസാ, നിങ്ങളെക്കാൾ എനിക്ക് ആ വിഷയം അറിയുന്നവനാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ആ സഹോദരൻ പാപിയാണ്, ആ സഹോദരൻ മോശക്കാരനാണ്, ആ സഹോദരൻ തെറ്റല്ലാതെ വേറൊന്ന് ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാം മൂസാ. പക്ഷേ അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ടായിരുന്നു. തൗറാത്ത് മറിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് എന്ന നാമം കാണുമ്പോ വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആദരവോടുകൂടി അതാ ചുടുചുംബനം അർപ്പിക്കുന്നൊരു സ്വഭാവം ആ പാപിയായ മനുഷ്യനുണ്ടായിരുന്നു മൂസാ. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ആ മനുഷ്യൻ ദിവസവും അള്ളാന്റെ ഹബീബിന്റെ പേരിൽ അതാ സലാത്ത് ചൊല്ലുന്ന മനുഷ്യനായിരുന്നു മൂസ. അതിന്റെ പേരിൽ 200 കൊല്ലത്തെ പാപം ഞാൻ പൊറുത്തു കൊടുത്തു മൂസ. നിങ്ങൾ ആ മനുഷ്യന്റെ ജനാസ എടുത്ത് കുളിപ്പിച്ചിട്ട് എത്രയും വേഗം നമസ്കരിച്ച് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കണേ മൂസ. ഇത്രയും വലിയ മനോഹരമായ പദവി നൽകിയ സ്വലാത്ത് 17 കോടി 16 കോടി സ്വലാത്ത് ഐനിന്നൂറിലെ ചൊല്ലിയ ഉമ്മമാരെ, ബാപ്പമാരെ, സഹോദരിമാരെ, ദിവസവും 500 സലാത്തെങ്കിലും ചൊല്ലുന്നവരെ, ദിവസവും 1000 സലാത്ത് ചൊല്ലുന്നവരെ, അല്ലാഹു നമ്മളെ നന്നാക്കാനുള്ള വലിയ മാർഗമാണ് സലാത്ത്. മഹാന്മാര് പറയുന്നു, ഈ കാലഘട്ടത്തിൽ മുറബ്ബിയായ ശൈഖിനെ കിട്ടുകയില്ല, എന്നാൽ സലാത്തിനെ മുറബ്ബിയായ ശൈഖിന്റെ അടുത്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു അമലാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. എന്തെങ്കിലും വേദന വരുമ്പോ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ സലാത്ത് വന്ന് നമ്മളെ നിയന്ത്രിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സലാത്ത് ഒരാളും മുടങ്ങാൻ പാടില്ല. എത്ര വലിയ വിഷമം വന്നാലും, എത്ര വലിയ പ്രയാസം വന്നാലും സലാത്തങ്ങ് ചൊല്ലിയാൽ എന്ത് സമാധാനമാണ്. സലാത്ത് ശാന്തിയാണ്, സമാധാനമാണ്, ആനന്ദമാണ്, ആഗ്രഹമാണ്, ആശയാണ്. മദീനയിലേക്കുള്ള ആ മനോഹരമായ വഴിതെളിക്കാനുള്ള മാർഗമാണ്. റബ്ബേ, ഈ കുടുംബങ്ങളെ സലാത്തിന്റെ ആ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്.